നമുക്കിപ്പം കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, എൻ വാസു ഇന്നലെ അറസ്റ്റിലായി ജയിലിലാണ്. ഇനി ഒരുപക്ഷെ അടുത്തതേ പത്മകുമാർ ആകും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ സർക്കാർ അവർക്ക് കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇനി അത് പറയാൻ കഴിയുമോ? പറഞ്ഞോളൂ. ഇപ്പൊ കേക്കാമോ? ഹലോ, പറഞ്ഞോളൂ. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ച ആ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇതിനകത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രവർത്തനം തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഹൈക്കോടതിയുടെ സർവിലൻസ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ നിലയിൽ തന്നെ പോകണം. ആദ്യം ഇതിന്റെ തുടക്കം ചെറിയൊരു കാറ്റ് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അതൊരു കൊടുങ്കാറ്റായി മാറുന്നതിന്റെ എല്ലാ അന്തരീക്ഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ രൂക്ഷമായ രൂപത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ, ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റായിട്ട് പോകട്ടെ. തെറ്റ് ചെയ്തത് ആരായാലും അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള പൊതു അഭിപ്രായമാണ് കേരളത്തിലുള്ളത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് ആ കുറ്റക്കാരെ എക്സ്പോസ് ചെയ്യുകയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. അതാണ് ജനങ്ങളുടെ ആവശ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ സംസാരിച്ചതിന്.